ശ്രീരജി, ഇപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കൃത്യമായിട്ട് ബ്രിഗേഡിയർ നിഷേ ബാലനും അതുപോലെ ആർ വി ബാബുവും പറഞ്ഞു. അതായത് ഇതുപോലുള്ളൊരു പ്രത്യാക്രമണം, അടിക്ക് തിരിച്ചടി നൽകണമെങ്കിൽ, ആക്രമണത്തിന് പ്രത്യാക്രമണം നൽകണമെങ്കിൽ ഇച്ഛാശക്തിയുള്ളൊരു ഭരണകൂടം വേണം. മാത്രമല്ല, ആ ഭരണകൂടത്തിൻ്റെ തലപ്പത്ത് ആർജവമുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കണം. മൻമോഹൻ സിംഗിന് UPA സർക്കാരിൻ്റെ 2 ടേമിലും ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അവിടെയെല്ലാം അദ്ദേഹം പാവ പ്രധാനമന്ത്രിയായിട്ട് മാറുകയായിരുന്നു. ഇതെല്ലാം അണിയറയിൽ നിന്ന് കൈകാര്യം ചെയ്തത് ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ റിജിക്ക് അറിയാം. അപ്പോൾ അതില്ലാതെ പോയതാണ് ഇതിൻ്റെ പ്രശ്നം. ആ ഒരു ആർജവം, ഇച്ഛാശക്തി ഇല്ലാതെ പോയതുകൊണ്ടാണ് മുംബൈ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ പറ്റാതിരുന്നത്. പക്ഷേ അവിടെ വിദേശകാര്യ മന്ത്രാലയത്തെയും സൈന്യത്തെയും കുറ്റപ്പെടുത്തി പഴിചാരി രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം പയറ്റുന്നു. അതാണിപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപക്ഷെ അന്നത്തെ പ്രതിരോധ മന്ത്രിയും ചിലപ്പോൾ താമസിയാതെ കുമ്പസാരത്തിന് ഒരുപക്ഷെ തയ്യാറായേക്കാം എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഈ സമയത്ത് എങ്കിലും നിങ്ങളുടെ രാജ്യസ്നേഹം, കോൺഗ്രസ് എന്ന പ്രസ്ഥാനം പറഞ്ഞു ഇത്രയും കാലം രാജ്യം ഭരിച്ചത്, ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ചത് കോൺഗ്രസ്സാണ്. ശരി തന്നെ, എല്ലാം സമ്മതിക്കുന്നു. പക്ഷേ ഇതിനു മുമ്പ് തന്നെ ഒരു ലോകശക്തിയായി ഭാരതത്തെ മാറ്റാമായിരുന്നു. ഈ ഇച്ഛാശക്തി കഴിഞ്ഞ 2 ടേമുകളിലായിട്ട് 2014 മുതൽ ഇങ്ങോട്ട് ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തി അന്ന് കാണിച്ചിരുന്നെങ്കിൽ, ആ ആർജവം അന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനകം തന്നെ നമ്പർ 1 ലോകശക്തിയായിട്ട് നമ്മൾ മാറിയേനെ. ആ ഒരു വലിയ അവസരമാണ് നഷ്ടപ്പെടുത്തിയത് എന്നുകൂടി പറയാതെ പറയുകയല്ലേ പി ചിദംബരം. റിജി, നോക്കൂ ശ്രീ അനിൽ നമ്പ്യാർ, ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇന്ത്യ ആ ഘട്ടത്തിൽ ഒരു സ്ട്രാറ്റജിക്കൽ റെസ്ട്രെയിൻ്റാണ് സ്വീകരിച്ചത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതൊന്ന്, രാജ്യ താൽപ്പര്യമാണ് മുൻഗണനയിൽ അന്ന് എടുത്തിരുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ സാഹചര്യത്തിൽ, അതായത് 17 വർഷം മുമ്പ് അന്ന് എടുത്ത തീരുമാനം ആ സാഹചര്യത്തിൽ അങ്ങേയറ്റം ഉചിതമായിരുന്നു. ഇന്ന് ഒരുപക്ഷെ അതുമായിട്ട് താരതമ്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല. പക്ഷേ അന്നെടുത്ത തീരുമാനം അന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായ തീരുമാനമായിരുന്നു. ഞാനത് പറയാൻ കാരണം, അതിനുശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വന്നു UPA സർക്കാർ. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ആ തീരുമാനത്തിനോടൊപ്പം നിന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പാകിസ്ഥാൻ്റെ അജ്മൽ കസബ് പാകിസ്ഥാൻ പൗരനാണ്. പാകിസ്ഥാൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ, പാകിസ്ഥാൻ്റെ സേനാ തലപ്പത്തുള്ളവർ ഡയറക്ഷൻ കൊടുക്കുന്ന എല്ലാം പുറത്തു വന്നാണ്. തെളിവുകളുണ്ട് നമ്മുടെ മുമ്പിൽ, തെളിവുകൾ മുന്നിലുണ്ട്, സർക്കാരിൻ്റെ മുന്നിലുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഒരു തിരിച്ചടി നൽകിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തെളിവുകൾ ദുർബലമാണെങ്കിൽ ഓക്കെ, താങ്കൾ പറയുന്നത് പോലെ ഈ രാജ്യതന്ത്രം മുൻനിർത്തി അല്ലെങ്കിൽ രാജ്യ താല്പര്യം മുൻനിർത്തി ഒരു തിരിച്ചടിക്ക് മുതിർന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ശക്തമായ തെളിവുകളുണ്ട്, പാകിസ്ഥാനാണ് ഇതിന് പിന്നിൽ എന്ന് തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പ്രത്യാക്രമണത്തിന് തയ്യാറായില്ല? അതൊരു വലിയ വീഴ്ച തന്നെയല്ലേ? അവിടെ താങ്കൾ പറയുന്ന ഈ രാജ്യ താല്പര്യം എന്ന് പറയുന്നത് ഇതാണ്, തിരിച്ചടിയാണ് അന്ന് രാജ്യ താല്പര്യം. രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അതാണ്, പക്ഷേ അതുണ്ടായില്ല. നോക്കൂ, അന്നത്തെ സാഹചര്യത്തിൽ അതായിരുന്നു ഉചിതം. അതുകൊണ്ടാണല്ലോ ആ സർക്കാരിനെ വീണ്ടും ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. നോക്കൂ, ആ സംഭവത്തിന് ശേഷമാണ് ഇന്ത്യ സൈൻഡ് അപ്ഗ്രേഡഡ് ഇൻ്റലിജൻസ് ഷെയറിംഗ് എഗ്രിമെൻറ്റ് വിത്ത് US, ഇസ്രായേൽ, UK, ഫ്രാൻസ്. അതുമാത്രമല്ല, ഇന്ത്യ കൗണ്ടർ ടെററിസം കോപ്പറേഷൻ കൗൺസിൽ സൈൻഡ് ഇൻ 2010 വിത്ത് US എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിന് ശേഷമുള്ളതാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ ബഡ്ജറ്റിലെ തുക എത്രയായിരുന്നറിയാമോ? 347 കോടി രൂപ. 1947 ഇന്ത്യയുടെ ബഡ്ജറ്റിൽ രേഖപ്പെടുത്തിയ തുക 347 കോടി രൂപ. ആ 347 കോടി രൂപയിൽ നിന്ന് 68 വർഷത്തെ ഭരണത്തിന് ശേഷം ഇന്ത്യ കൈവരിച്ച എത്രയാണെന്നറിയാമോ? 45 ലക്ഷം കോടിയിലേക്ക് ഇന്ത്യ വന്നു. അപ്പോൾ അതൊരു വലിയ പുരോഗതിയാണ്. ആ പുരോഗതിക്ക് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ്സിന് അതൊരു വലിയ പങ്കുണ്ട്. 60 വർഷത്തോളം കാലത്തോളം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ്സിന് ഇന്ത്യ മഹാരാജ്യത്തെ അത്രയ്ക്ക് ഉന്നതിയിലേക്ക് കൊണ്ടുവരുവാൻ
നല്ല ഒരു കരുത്തുണ്ടായിരുന്നു, ജനങ്ങളുടെ താല്പര്യം നോക്കിയാണ് അത് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു ജനാധിപത്യ രാജ്യം ഒരു അയൽ രാജ്യവുമായി ഒരു യുദ്ധത്തിന് പോകുമ്പോൾ അത് പല കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ ഏതെങ്കിലും ഒരു ഭയത്തിൻ്റെയോ മറ്റോ അടിസ്ഥാനത്തിലല്ല. കാരണം ഇന്ത്യ ആണവശക്തിയാണ്, പാകിസ്ഥാൻ ആണവശക്തിയാണ്. അപ്പോൾ രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ നാനാവിധമായ വശങ്ങൾ കരുതേണ്ടതുണ്ട്. ഇവിടെ ബഹുമാന്യനായ ബ്രിഗേഡിയർ പറഞ്ഞതിനെ ഒന്നും ഞാൻ പ്രതിരോധിക്കുന്നില്ല. അദ്ദേഹം ഫീൽഡിൽ അദ്ദേഹത്തിൻ്റെ ധാരാളം അനുഭവ പരിജ്ഞാനമുള്ള വ്യക്തിയാണ്. പക്ഷേ നമ്മളിവിടെ യുദ്ധത്തിലേക്ക് ഒരു ജനാധിപത്യ രാജ്യം കടക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ജനപ്രതിനിധികളാണ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. അപ്പോൾ അവർക്ക് ഏകപക്ഷീയമായിട്ട് അവർ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു തീരുമാനമെടുക്കേണ്ടത്, രാജ്യത്തിൻ്റെ താല്പര്യം, ജനങ്ങളുടെ താല്പര്യം. അപ്പോൾ ആ സമയത്ത് 2008-2009 തുടക്കത്തിലെ കാലഘട്ടത്തിൽ അന്നത്തെ സാഹചര്യം പരിഗണിക്കുമ്പോൾ ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്നത് വലിയ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് പര്യവസാനിക്കുമെന്നും ലോകരാജ്യങ്ങളുടെ പിന്തുണ ലഭിക്കില്ലെന്നും അത് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും അത് ദുഃഖത്തിലേക്കും ദുരിതത്തിലേക്കും രാജ്യത്തിൻ്റെ നാശത്തിലേക്കും കലാശിക്കും എന്നൊക്കെ അവർ പരിഗണിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും യുക്തമായ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഉതകുന്ന ഒരു തീരുമാനം കൈക്കൊണ്ടത്. അതിനെ അങ്ങനത്തെ ഇത് തമാശയായിട്ട് കരുതുന്നത്, ഇത് ആ സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായ തീരുമാനമായിരുന്നില്ലേ എടുത്തത്? അതുകൊണ്ടല്ലേ 2009 തെരഞ്ഞെടുപ്പിൽ നോക്കൂ, UPA സർക്കാർ അധികാരത്തിൽ വന്നത് എങ്ങനെ? 2009 തെരഞ്ഞെടുപ്പിൽ അങ്ങ് പറയൂ. ഇന്ത്യയിലെ ജനങ്ങൾ ആ തീരുമാനത്തിനെ എതിർത്തിരുന്നുവെങ്കിൽ UPAക്ക് 2009 അധികാരത്തിൽ വരുവാൻ കഴിയുമായിരുന്നു എന്ന ചോദ്യത്തിന് അങ്ങ് ആലോചിച്ചാൽ മതി. മറുപടി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പരിഭവമില്ല. പക്ഷേ ശ്രീ RV ബാബു അതിന് മറുപടി പറയും. ശ്രീ RV ബാബു ഇപ്പോൾ അതാണ് പറയുന്നത്, അന്ന് എടുത്ത തീരുമാനം ശരിയായിരുന്നത് കൊണ്ടാണ് UPAക്ക് വീണ്ടും അധികാരത്തിലെത്താൻ സാധിച്ചത്. ഒരു യുദ്ധത്തിന് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ UPA അധികാരത്തിൽ നിന്ന് പുറത്തായേനെ എന്നൊരു വാദമാണ് അവസാനം റെജി എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ വിജയപരാജയങ്ങളാണ് ഒരു രാഷ്ട്രത്തിന്റെ നിലപാട് ശരിയോ തെറ്റോ എന്ന് നിശ്ചയിക്കുന്നത് എന്ന ഏറ്റവും ഒരു നിലവാരം കുറഞ്ഞ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് എത്ര കഷ്ടമാണ് റെജി. അതൊരു രാഷ്ട്രത്തിന്റെ നിലപാടുമായി ബന്ധപ്പെട്ടല്ല. ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, 63 അല്ലെങ്കിൽ 62 നമ്മുടെ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. നമ്മുടെ സൈന്യം പരാജയപ്പെട്ടു, നമ്മുടെ ഭൂമി നഷ്ടപ്പെട്ടു. പിന്നെയും കോൺഗ്രസ് ജയിച്ചില്ലേ? അതിന്റെ അർത്ഥം ജനങ്ങൾ മുഴുവൻ കോൺഗ്രസിനെ, നമ്മുടെ രാജ്യത്തിനെ പരാജയപ്പെടുത്തിയതിന്, രാജ്യത്തിനെ തോൽപ്പിച്ചതിന്, രാജ്യത്തിന്റെ ഭൂമി നഷ്ടപ്പെടുത്തിയതിന്, പട്ടാളത്തെ നഷ്ടപ്പെടുത്തിയതിന് ഒക്കെ ജനങ്ങൾ കോൺഗ്രസിനെ അംഗീകരിച്ചു എന്നാണോ അതിനർത്ഥം? അപ്പൊ ഒരു തെറ്റായ വിലയിരുത്തലാണത്. തെരഞ്ഞെടുപ്പിൽ പരാജയം ജയിക്കുന്നതും തോൽക്കുന്നതും ഒക്കെ മറ്റു പല ഘടകങ്ങളും നോക്കിയിട്ടാണ്. മറ്റു പല ഘടകങ്ങളുണ്ട്. അപ്പോ ഞാൻ പറയുന്നത്, ഈ ഒരു സർക്കാർ എടുത്ത ഒരു ഗൗരവമായ കാര്യമുണ്ട്. ആ കാര്യം എന്ന് വെച്ചാൽ, അതിർത്തി കടന്നു വരുന്ന ഭീകരവാദം അത് ഈ രാജ്യത്തിനെതിരായിട്ടുള്ള യുദ്ധം ആയിരിക്കും എന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് പാകിസ്ഥാനെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തിയിരിക്കുന്നത്. അതിർത്തി കടന്നു വരുന്ന ഏത് ഭീകരവാദത്തെയും അധികാരത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് എന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഭീകരവാദത്തോട് ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഒരു സമീപനം UPA കാലത്ത് എടുക്കാത്തത് കൊണ്ടാണ് പിന്നീട് രാജ്യത്തിന് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നത്. ഇന്നും കാശ്മീരിൽ നിലനിൽക്കുന്ന ഭീകരവാദത്തിനെ ഒക്കെ അടിസ്ഥാനപരമായി നിൽക്കുന്നത് അന്ന് കോൺഗ്രസ് എടുത്ത ആ ഒരു മൃദുവായ സമീപനങ്ങളുടെ തുടർച്ചയാണ് എന്ന് കാണാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മറ്റു രാഷ്ട്രങ്ങൾ നമ്മളെ കുറിച്ച് എന്ത് നിലപാടെടുക്കുന്നു എന്നതിനെ കുറിച്ച് അതിനേക്കാൾ നമ്മുടെ രാഷ്ട്രം അതിന്റെ സ്വന്തം കാലിൽ ഉറച്ചു നിന്നുകൊണ്ട് രാഷ്ട്രത്തിന്റെ സ്വാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ, രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ നിൽക്കുക എന്നുള്ളതാണ് ഒരു ഭരണകൂടത്തിന്റെ ലക്ഷ്യം. അത് നരേന്ദ്രമോദിയുടെ സർക്കാർ ചെയ്തിരിക്കുന്നു എന്നുള്ളിടത്താണ് നമുക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാനും അഭിനന്ദിക്കാനും തോന്നുന്നത്.